ഈ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മുതലാളിമാരെ കയ്യിലിരിപ്പ് നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്നാൽ ഇനി പുതിയതായി വരുന്നവർക്ക് സ്വാഗതം. ഈ ഇരിക്കുന്ന മൂവര സംഘം രാത്രിയെന്നില്ല പകലെന്നില്ലാതെ കഷ്ടപ്പെടുന്ന മുതലാളിമാരാണ്. നമ്മുടെ വീട്ടിൽ കള്ളൻ കയറിയിട്ടുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവർ ചെക്ക് ചെയ്യും. പാതിരാക്കി വരെ ഉടുതുണി എടുക്കാതെ കഷ്ടപ്പെടുന്ന ഇവരുടെ മനസ്സ് മൃദുലവും കോമളവുമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ചുറ്റോടി ഇവർ വീടിന്റെ അളവുകൾ തിട്ടപ്പെടുത്തിക്കൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഇവരുടെ കരളിന്റെ കരളായ അക്കുമാവനെയും കൂട്ടും. നമ്മുടെ വീട്ടിലെ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇവരെ വീട്ടിലുള്ള മൃഗങ്ങൾക്കും ഈ നിൽക്കുന്ന ഇരട്ട കുട്ടികൾ ഒരു പേടി സ്വപ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്രമാത്രം കഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവർ കുറച്ചു നേരമെങ്കിലും റെസ്റ്റ് എടുക്കുന്നത്. ഉറങ്ങുകയാണെങ്കിലും ഇവരുടെ ഉത്ബോധ മനസ്സിൽ അടുത്തതായിട്ട് നമുക്ക് വീട് കത്തിച്ചാലോ, അല്ലെങ്കിൽ വീട് മറിച്ചിട്ടോ, അല്ലെങ്കിൽ അവിടെ ഈ സോഫ തലയിൽ വെച്ചിട്ട് 5-ാം മൈലിലേക്ക് പോയാലോ, ഇങ്ങനെ പലതരം ചിന്തകളായി നടക്കുന്ന ഈ മൂവര സംഘത്തെ സബ്സ്ക്രൈബ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ ഓരോ ഷെയറും ഇവർക്കൊരു പ്രചോദനമാവും. നട്ടപ്പാതിരക്ക് തലവേദന എടുത്ത് പൊട്ടിപ്പൊളഞ്ഞപ്പോൾ തലേന്ന് അന്ന് നോക്കുമ്പോൾ മൂവരിൽ ഒരാൾ എണീച്ചിരിക്കുന്നു. ഇതിനൊക്കെ ശേഷം ഇവരുടെ രാവിലെയിലേക്ക് കിടക്കും. എണീച്ച ഉടനെ ഇവരെ പോലെ നല്ല പിള്ളേർ ഈ ഭൂമി മലയാളത്തിൽ വേറെ ഒരു പിള്ളേരുണ്ട് നല്ലോരാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വലിയ തലവേദന ഉണ്ട്. തലവേദന എന്ന് പറയാൻ 2 ഗുളിക വാങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടി പോത്തിനെ അയച്ച് കെട്ടാൻ പോയത് ആരുടെയോ പോത്ത്. പക്ഷെ ഇവർക്കൊന്നും പ്രശ്നമില്ല. പോത്തേഴ്സ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞു. ഇവർക്ക് കോഴി, പോത്ത്, പൂച്ച ഇതെല്ലാം സ്വന്തം സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സിനെ പോലെ. അങ്ങോട്ട് മാറിക്കും ഞാൻ കാണും. പോത്ത എന്തല്ല പുല്ലൊക്കെ അങ്ങനെ ഉണ്ട്, തിന്ന് വയറൊക്കെ നിറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയവർ അടുത്തത് അക്കുമാമന്റെ മേത്തേക്ക് ഒരു സ്വസ്ഥത, ഒരു സ്വൈര്യം.